വെറും 30 മിനിറ്റിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല. ഇനി ഗസ്റ്റ് വന്നാലും പേടിക്കേണ്ട, ഈ ഒരൊറ്റ ഐറ്റം മതി. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താലോ. ഒരു പാനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീറും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ നമുക്കതിൽ നിന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് പേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അതിനിടയിൽ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് അരച്ചെടുത്താലോ. കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഒരു തക്കാളിയും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത അതേ പാനിൽ നമ്മൾ ബട്ടർ വെച്ച് അതിലേക്ക് 2 വത്തൽമുളകും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു സവോള ചോപ്പ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും തക്കാളിയും കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് ചേർത്ത് ഗ്രേവിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്വല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് പനീറും നമ്മുടെ ഗ്രേവിയും തമ്മിൽ ഒന്ന് യോജിക്കുന്നിടം വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മല്ലിയിലയും അതുപോലെ കസൂരി മേത്തിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വെറും ഈ 30 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പനീർ ബട്ടർ മസാല എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.